എല്ലാവർക്കും നമസ്കാരം. ചക്കരട്ടി ഉണ്ട് വാ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, വടക്കുന്നാഥനെ തൊഴുതവർ എത്ര പേരുണ്ട്? എല്ലാവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? വടക്കുന്നാഥനെ തൊഴുതവർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. തൃശ്ശൂർ വടക്കുന്നാഥ അമ്പലത്തിൽ വന്നിട്ട് ഭഗവാനെ തൊഴുകാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളവർ ആരൊക്കെയുള്ള വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അമ്പലം ശിവൻ്റെ ഭൂതഗണങ്ങൾ ഉണ്ടാക്കിയതാണെന്നാണ് ഒരു പഴമൊഴി കേൾക്കുന്നത്. കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടായ അമ്പലമാണ് അത് എന്നാണ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള എനിക്ക് അറിവ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് അത് ശിവന്റെ ഭൂതഗണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കുന്നാഥന്റെ ചുറ്റുമാണ് ആ റോഡ്. അത് ആ റോഡിൽ നിന്ന് പല ദിക്കിലേക്കും പോക്കറ്റ് റോഡുകളുണ്ട്, പല ദിക്കിലേക്കും പോകാം. ഒരു പ്രത്യേകതയാണ്. പിന്നെ വടക്കുന്നാഥൻ നിൽക്കുന്നത് നല്ല ഉയരത്തിലാണ്. എന്ത് പ്രളയം ഉണ്ടായാലും ഭഗവാന്റെ അമ്പലത്തിനെ അത് ബാധിക്കൂല. അത് അത്ര ഉയരത്തിലാണ് നിക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ ശരിക്കും വടക്കുന്നാഥ അമ്പലത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മള് ഓവ് മുറിച്ച് കിടന്ന് ഏത് ശിവന്റെ അമ്പലത്തിൽ ഓവ് മുറിച്ച് കിടന്ന് തൊഴാൻ പാടില്ല. അറിയാത്തവർ ചിലപ്പോൾ ഫുൾ പ്രദക്ഷിണം വയ്ക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. വടക്കുന്നാഥ അമ്പലത്തില് പ്രത്യേകിച്ചും അവിടെ ചണ്ഡീകേശ്വരനുണ്ട്, ആളെ മുറിച്ച് കിടന്ന് പ്രദക്ഷിണം വെക്കാൻ പറ്റില്ല. അപ്പോൾ അർദ്ധ പ്രദക്ഷിണാണ് അവിടെ വരുന്നത്. ശിവന്റെ അമ്പലത്തിൽ എന്തായാലും നമുക്ക് ഫുൾ പ്രദക്ഷിണം വെക്കാൻ പാടില്ല. അമ്പലത്തിനെ പോലെ ഓവ് മറിച്ച് കിടക്കാൻ പാടില്ല. ഓവുണ്ട്, ഭഗവാനെ കുളിപ്പിച്ചിട്ട് ഭഗവാൻ ധാര ചെയ്തിട്ട് വെള്ളം വരുന്ന വഴിയുണ്ട്, ആ ഓവ് എന്ന് പറയാം. ആ ഓവ് നമ്മൾ മറികിടക്കാൻ പാടില്ല. അപ്പൊ ഇവിടം വരെ ഇങ്ങനെ ഭഗവാനെ തൊഴുത് ഇവിടം വരെ തൊഴുതിട്ട് പിന്നെ അപ്പുറത്ത് കൂടെ പ്രദക്ഷിണം വെച്ച് അവിടെ വന്ന് തൊഴണം. അങ്ങനെയാണ് സാധാരണ എല്ലാ ശിവക്ഷേത്രത്തിലും അങ്ങനെയാണ്. പിന്നെ നമ്മൾ വടക്കുന്നാഥനിൽ വന്ന് നടക്കെ നിന്ന് കഴിഞ്ഞ് നമ്മള് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഓം നമ ശിവായ എന്നുള്ള മന്ത്രം. ശിവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രമാണ് ഓം നമ ശിവായ. അപ്പം കൈകൂപ്പി മനസ്സേകാഗ്രമാക്കി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. അങ്ങനെ 11 പ്രാവശ്യം. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ അത് 11 പ്രാവശ്യം വടക്കുന്നാഥനെ മനസ്സിൽ വിചാരിച്ച് 11 പ്രാവശ്യം ഓം നമ ശിവായ ചെല്ലുക. അതിനുശേഷം നമ്മളവിടെ എവിടെയെങ്കിലും എപ്പോഴും അമ്പലത്തിൽ പോയി നമ്മൾ ഇതിൽ ഇരിക്കണമല്ലോ, അങ്ങനെ പോരാൻ പാടില്ലെന്നല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നടക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഏറ്റവും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക. കുറേ എണ്ണി പറക്കാനൊന്നും പാടില്ല. ഞാൻ സാധാരണ ഏത് അമ്പലത്തിൽ പോയാലും ഭഗവാന്മാരോട് എനിക്ക് തന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധിക്കും സന്തോഷത്തിനും ഒരുപാട് നന്ദി പറയും. എനിക്ക് തന്ന ചെറിയ ചെറിയ ദുഃഖങ്ങൾക്കും ഞാൻ നന്ദി പറയും. കാരണം നമ്മൾക്ക് വലിയ ദുഃഖങ്ങളായിരിക്കും, നമുക്ക് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാന്ന് പറയുന്ന വലിയ ദുഃഖങ്ങളായിരിക്കും ഒരു പക്ഷേ അതൊക്കെ നമുക്ക് തന്നെ ചെറിയ ദുഃഖങ്ങളാണ്. കാരണം നമ്മളെക്കാട്ടിലും ദുഃഖം അനുഭവിക്കുന്ന വേറെ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞേ ദുഃഖങ്ങളാണ് ഭഗവാൻ തന്നെ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ദുഃഖങ്ങൾ തന്ന് നമ്മളെ രക്ഷപ്പെടുത്താണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ദുഃഖങ്ങൾ തന്നതിന് നന്ദി പറയാ. നമുക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ തന്നതിന് നന്ദി പറയാം. നമുക്ക് പട്ടിണി കൂടാതെ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമ്മൾ വലിയ അനുഗ്രഹമാണ് ഭഗവാൻ തരുന്നത്. കാരണം ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, അറിയോ കണനെ. അപ്പൊ നമ്മൾ 3 നേരം പട്ടിണി കിടക്കാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നമുക്ക് തല ചായ്ക്കാൻ ഒരു കോരി ഉണ്ടോ, നമുക്ക് ഇട്ടുമാറാൻ വസ്ത്രം ഉണ്ടോ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. വളരെ 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 ഭാഗ്യവാന്മാരാ. കട ഉണ്ടായിക്കോട്ടെ, കട കട എന്തായിക്കോട്ടെ, കട ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാവില്ല. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തട്ടിമുട്ടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങളും അത് പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാനോട് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം, നമുക്ക് ഏറ്റവും വേഗം നടന്നു കിട്ടണമെന്നുള്ള ആഗ്രഹം മനസ്സ് നിർത്തി പ്രാർത്ഥിക്കാം. അങ്ങനെ അതെന്തായാലും നടന്നിരിക്കും. നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാൻ ഓം നമ ശിവായ എന്നുള്ളത് 11 പ്രാവശ്യം മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് തന്നെ ചെല്ലണം. ഞാൻ പറഞ്ഞ രീതി തന്നെ ആവണമെന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ട്യൂണുണ്ട്. ഏത് ട്യൂണിൽ വേണമെങ്കിലും ഭഗവാനെ വിളിക്കാം. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ
ഭഗവാനെ നിറച്ച് നിർത്തിക്കൊണ്ടായിരിക്കണം ചെല്ലുന്നത്. ഭഗവാന്റെ മുഖം, ഭഗവാന്റെയും ശ്രീ പാർവതി ദേവിയുടെയും മുഖം നമ്മൾ മനസ്സിൽ നിർത്തിക്കൊണ്ട് വേണം അത് ജപിക്കാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഐശ്വര്യം ഉണ്ടാവും നമുക്ക്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, നടക്കാതിരിക്കില്ല. അപ്പം നമുക്ക് എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് ദുഃഖിക്കരുത്. എനിക്ക് തന്ന എല്ലാത്തിനും, എല്ലാ അനുഗ്രഹങ്ങൾക്കും, നമുക്ക് തന്ന ആരോഗ്യത്തിനും ആയുസ്സിനും എല്ലാം നന്ദി പറയുക ഭഗവാനോട്. അതാണ് ഏറ്റവും നമ്മൾ ഏത് അമ്പലത്തിൽ തന്നെ എണ്ണി പറക്കി പ്രാർത്ഥിക്കാനോ കരയാനോ ഒന്നുമില്ല. കരച്ചിൽ വരും. എനിക്ക് ഗുരുവായൂർ നടക്കി ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. കാരണം അത് സന്തോഷം കൊണ്ടാണ്. അവിടെ ചെന്ന് എനിക്ക് ഒന്നും പ്രാർത്ഥിക്കാനൊന്നുമില്ല, കണ്ണ് നിറഞ്ഞു കൊടുക്കുക ചെയ്യുക. അതെന്താ പറയുക, ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അതാ, ഭഗവാൻ എനിക്ക് അവിടുത്തെ തിരുനടക്കിൽ വന്നാൽ ഏത് അമ്പലത്തിലായാലും സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറയണേന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പം എല്ലാവരും മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചോളൂ. ഭഗവാൻ കൂടെ ഉണ്ടാവും. ഞാനൊരു ഗുരുവായൂരപ്പൻ ഭക്തിയാണ്. മഹാദേവനും മഹാദേവിയും ഞാൻ എല്ലാവരെയും വിളിക്കും, എല്ലാ ഈശ്വരന്മാരെയും എല്ലാ ദേവിമാരെയും വിളിക്കും. പക്ഷെ എപ്പോഴും ആദ്യമേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ്. അപ്പോൾ മഹാദേവൻ, ഞങ്ങൾ വടക്കുന്നാഥൻ്റെ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ചെയ്തവരാണ്. അതിൽ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുകയാണ്. വടക്കുന്നാഥൻ, ഗുരുവായൂരപ്പൻ, പറമേക്കാവിലമ്മ, തിരുവമ്പാടി കൃഷ്ണൻ, ഇവരൊക്കെ ഞങ്ങളുടെക്ക് തൊട്ടടുത്താണ്. തിരുവമ്പാടിയൊക്കെ ഞങ്ങൾ തൊട്ടടുത്താണ്, വേണമെങ്കിൽ നടക്കാം, അത്രേ ദൂരമേ ഉള്ളൂ. 10-15 മിനിറ്റ് നടന്നെത്തും. അവർക്കൊക്കെ നടക്കേണ്ട കാര്യം പറഞ്ഞാൽ അറിയില്ല. അല്ല, നടക്കാൻ ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, അവർ വന്നിട്ടില്ല സ്ക്രീനിൽ. അപ്പം പണ്ടൊക്കെ എൻ്റെ അമ്മ പാർമേകാലിലേക്കും വടക്കുന്നാഥിലേക്കൊക്കെ ഞങ്ങളെ നടത്തി തന്നെയാണ് കൊണ്ടുപോവുക. നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ബസ്സിനൊന്നും ചിലപ്പോൾ അന്നൊക്കെ ബസ്സിന് പോകണമെങ്കിൽ എല്ലാവരും കൂടി കൊണ്ടുപോകണമെങ്കിൽ കാശ് കുറച്ച് വേണേ. അന്നൊന്നും അത്രയധികം കാശില്ല, അതേ മണി വേണം, ചിലപ്പോൾ കാശില്ല. അപ്പോൾ നടത്തിക്കൊണ്ടു. എന്നിട്ട് നടന്ന് 2 അമ്പലമൊക്കെ തൊഴുന്നിട്ട് അമ്മ ഞങ്ങൾക്ക് ദോശ വാങ്ങി തരും അവിടെ. അപ്പോൾ ദോശക്കുള്ള കാശ് അമ്മ കണക്കാക്കി ഉണ്ടാവുള്ളൂ. വല്ലപ്പോഴും ഉണ്ട്, എന്നത്തെ കാര്യം അല്ലെങ്കിൽ മാസത്തെ കാര്യമല്ല, കൊല്ലത്തിലൊരു ദിവസത്തെ കാര്യമൊക്കെയാണ് ഈ പറയണത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് അന്ന് നടക്കാനും സുഖം. ഞങ്ങളെ എല്ലാ മക്കളും ഉണ്ടാവും. പിന്നെ അയൽപക്കത്തെ നമ്പൂരി വീട്ടിലെ കുട്ടികളുണ്ട്, അവരുണ്ടാവും. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് നടക്കും. ഒരു എത്തണത് അറിയില്ല, അമ്പലത്തിൽ തൊഴിൽ തിരിച്ചു വരുന്നതും അറിയില്ല. അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത കാലം. അപ്പം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. അനന്തിന്റെ തല കാണില്ല ആർക്കൂട്ടാ. ബൈ പറയുമ്പോ. ബൈ. ഓക്കെ, ഓഫ് ചെയ്തോളൂ.